നമസ്തേ, വെൽക്കം ടു പ്രാണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സൂര്യ നമസ്കാരമാണ്. സൺ സല്യൂട്ടേഷൻ 3 റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് സൂര്യ നമസ്കാരം ചെയ്യാം. ഇവിടെ നമ്മൾ 3 റൗണ്ട് സൺ സല്യൂട്ടേഷനാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഫസ്റ്റ് ഹാഫ് നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈൽഡായിട്ട്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്ക് പെയിനൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് മൈൽഡായിട്ട് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ളവർ, നിങ്ങൾ ആദ്യമായിട്ടാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത്, അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് വേണമെന്ന് തോന്നുന്നവർക്ക് ഈ രീതിയിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഹാഫ് ഓക്കെ. ദെൻ സെക്കൻഡ് ഹാഫ് നമുക്ക് നോർമൽ സൺ സല്യൂട്ടേഷൻ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോർമൽ സൺ സല്യൂട്ടേഷൻ ആണെങ്കിൽ സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും ഒരേപോലെ തന്നെ ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ മോഡിഫൈഡ് വൺ, ഇത് ലൈറ്റ് വൺ ആയിട്ടുള്ള നീ ബെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് വൺ. ഓക്കെ, അത് നിങ്ങൾ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 കാലിലും അത് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് വൺ നോർമൽ സൺ സല്യൂട്ടേഷൻ, അല്ലെങ്കിൽ സെയിം ദി ലൈറ്റ് വൺ ഫോളോ ചെയ്യാം. ഏതാണോ കംഫർട്ട്. ഇനിയിപ്പോൾ അതല്ല, ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ ലൈറ്റ് വേ ചെയ്തിട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് നിങ്ങൾക്ക് നോർമൽ സൺ സല്യൂട്ടേഷനും ചെയ്യാം. ഓക്കെ, സോ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഏത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ റൈറ്റ് ലെഗിൽ ഏതാണോ ചെയ്തത് അത് തന്നെ ലെഫ്റ്റ് ലെഗിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നിങ്ങളുടെ മാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരിക. ഓക്കെ, ഏറ്റവും ടോപ്പിലേക്ക് വന്ന് നിൽക്കുക. അപ്പം നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്ത് വയ്ക്കുക. ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം 2 കൈയും ചെസ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കൈ കൂപ്പി വയ്ക്കുക. പ്രണമാസന. ദെൻ ഹസ്ത ഉദ്ധാനാസന. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം 2 കൈയും തലയ്ക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ഒരു ബാക്ക് ബെൻഡ് കൊടുക്കുക. ബാക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈയും ഹെഡും ഒരേ ലൈനിൽ കീപ്പ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഹെഡ് ഹാങ് ആയിട്ട് പോകരുത്, ശ്രദ്ധിക്കുക. ദെൻ സാവധാനം സെൻറ്ററിലേക്ക് തന്നെ വരിക. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലൂടെ താഴത്തേക്ക് കൊണ്ടുവരിക. അതേ സമയത്ത് കാൽമുട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഫേസ് നേരെ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നെക്കൊക്കെ റിലാക്സ് ചെയ്ത് വെക്കുക. ദെൻ കൈ 2 കാൽപ്പത്തിയുടെ സൈഡിലായിട്ട് പതിച്ച് വയ്ക്കുക. ദെൻ റൈറ്റ് നീ ഫ്ലോറിലേക്ക് വയ്ക്കുക. ദെൻ ലെഫ്റ്റ് നീ. ദെൻ ഇവിടെ നിങ്ങൾക്ക് മാർജരാസന ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം കേട്ടോ. 1 അല്ലെങ്കിൽ 3 റൗണ്ട്. ദെൻ 3 റൗണ്ട് മാർജരാസന. ശ്വാസം എടുത്തുകൊണ്ട് ചിൻ ലിഫ്റ്റ് ചെയ്യുക, ടെയിൽ ബോൺ ലിഫ്റ്റ് ചെയ്യുക. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് അബ്ഡോമൻ ഉള്ളിലേക്ക് സക്ക് ചെയ്ത് കൊടുക്കുക. ചിൻ ടുവേർഡ്സ് യുവർ ചെസ്റ്റ്. അഗൈൻ റിപ്പീറ്റ്. ഇൻഹേൽ, exhale. One more inhale, then exhale. Then സാവധാനം നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറിലേക്ക് ഡൗൺ ചെയ്യുക. എൽബോ മാത്രം ലിഫ്റ്റ് ചെയ്ത് വയ്ക്കുക, ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ദെൻ ഫോർഹെഡ് അല്ലെങ്കിൽ ചിൻ ഫ്ലോറിൽ വയ്ക്കുക. ഏതാണോ കംഫർട്ട് ആ രീതിയിൽ ചെയ്യുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനയിലേക്ക് വരിക. സാവധാനം നിങ്ങളുടെ പൊക്കിൾ വരെയുള്ള ഭാഗങ്ങൾ ലിഫ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അഡ്വാൻസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാംസ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാം സപ്പോർട്ട് ചെയ്ത് ഫ്ലോറിൽ തന്നെ വയ്ക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അപ്പർ ബാക്ക് മസിൽസിലേക്ക് ശ്രദ്ധ കൊടുക്കാം. ഓക്കെ, ഹെഡൊക്കെ റിലാക്സ് ചെയ്ത് വയ്ക്കുക. ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഹാങ് ചെയ്ത് വെക്കരുത്, ശ്രദ്ധിക്കുക. ദെൻ സാവധാനം ഫുൾ ബോഡി ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഹീൽസിലേക്ക് നിങ്ങളുടെ ബട്ടക്സ് പ്രസ് ചെയ്ത് നിങ്ങളുടെ സ്പൈനും ഹാൻഡ്സും മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഫോർഹെഡ് ഫ്ലോറിലേക്ക് ടച്ച് ചെയ്ത് പോസിലേക്ക് വരിക, ചൈൽഡ് പോസിലേക്ക്. ദെൻ ഇൻഹേൽ, നിങ്ങളുടെ ഹിപ്പ് റീജിയൻ ലിഫ്റ്റ് ചെയ്യുക. ദെൻ റൈറ്റ് ഫൂട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ 2 കൈൻ്റെ നടുക്കിലേക്കായിട്ട് നിങ്ങൾ റൈറ്റ് ഫൂട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് പറ്റുവെച്ചാൽ അവിടെ വയ്ക്കുക. അവിടുന്ന് നിങ്ങളെ കൈ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം ഓപ്പോസിറ്റ് ടോ ടച്ച് ചെയ്യുക. ദെൻ ആ കാലൊന്ന് മുന്നിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക.
ദെൻ വീണ്ടും കാൽമുട്ട് ബെൻഡ് ചെയ്തിട്ട് തന്നെ വെക്കുക. ദെൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാവധാനം ശ്വാസം എടുത്ത് പൊന്തി വരിക. ഒരു ചെറിയ ബാക്ക് ബെൻഡ് കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പ്രണമാസനയിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡിഫൈഡ് വൺ. ഇനി ഇതാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ നോർമൽ സൺ സല്യൂട്ടേഷൻ ആരാണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ ഓപ്പോസിറ്റ് ലെഗിൽ കാണിച്ചു തരാം. ഓക്കെ, ലെഫ്റ്റ് ലെഗിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ലെഗ് തൊട്ട് തുടങ്ങാം കേട്ടോ. ദെൻ ദി ഫസ്റ്റ് സ്റ്റെപ്പ് അഗെയിൻ പ്രണമാസന. നിങ്ങളുടെ ബോഡി വീണ്ടും പ്രിപ്പയർ ചെയ്യുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് ഹസ്ത ഉത്താനാസന. ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നൈസായിട്ടൊരു ബാക്ക് ബെൻഡ് കൊടുക്കുക, സ്ട്രെയിൻ ചെയ്യരുത്. ദെൻ വീണ്ടും സെൻറ്ററിലേക്ക് വരിക. ദെൻ എക്സേൽ ചെയ്തുകൊണ്ട് സാവധാനം ഫോർവേഡ് ബെൻഡ് കൊടുക്കുക. ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ മുട്ട് മടക്കിയിട്ട് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്യുക. ഫോർവേഡ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അബ്ഡമൻ എത്രത്തോളം നിങ്ങളുടെ തൈസിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ വിത്തൗട്ട് സ്ട്രെയിൻ അത്രയും നിങ്ങൾക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ചിൻ എത്രത്തോളം നിങ്ങൾക്ക് ടോസിന് നേരെ പോയിൻ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പോയിൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സ്ട്രെച്ച് ബാക്കിൽ കിട്ടും. ഓക്കെ, ദെൻ പാംസ് കംപ്ലീറ്റ് ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രസ് ചെയ്യുക. ഹെഡൊക്കെ റിലാക്സ് ചെയ്ത് വയ്ക്കുക. ദെൻ ലെഫ്റ്റ് ലെഗ് പുറകോട്ട് ഇറക്കി വയ്ക്കുക. ശ്വാസം എടുത്ത് മുകളിലേക്ക് നോക്കുക. ആംഗിളും നീസൊക്കെ റിലാക്സ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട് നിയർ ആംഗിൾ റിലാക്സ് ചെയ്ത് വയ്ക്കുക 90 ഡിഗ്രിയിൽ. അശ്വസഞ്ചലനാസന. ദെൻ ദണ്ഡാസന. നമ്മുടെ ബോഡി സ്ലോപ്പായിട്ട് കോർ മസിൽസൊക്കെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ അഷ്ടാംഗ നമസ്കാര. നീസ് ഡൗൺ ചെയ്യുക. എൽബോ ബെൻഡ് ചെയ്യുക. ചെസ്റ്റ് ഡൗൺ, ചിൻ ഓർ ഫോർഹെഡ് ഡൗൺ. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫുള്ളായിട്ട് ഡൗൺ ചെയ്യുക ബോഡി കേട്ടോ. ദെൻ ഇൻഹേൽ ഭുജംഗാസന. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൊക്കിൾ വരെയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ലോവർ ബെല്ലി വരെയുള്ള ഭാഗങ്ങൾ ലിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റിയിലാണെങ്കിൽ ഫുൾ എൽബോ സ്ട്രെച്ച് ചെയ്യുക. ബട്ട് ഒരിക്കലും ഷോൾഡേഴ്സ് സ്ക്യൂസ് ചെയ്ത് വെക്കരുത്, അത് ശ്രദ്ധിക്കുക. ദെൻ എക്സേൽ ചെയ്തുകൊണ്ട് ടോ ടക്ക് ചെയ്ത് കൊടുക്കുക. നീസ് ലിഫ്റ്റ് ചെയ്ത് പർവ്വതാസനയിലേക്ക് വരിക. എത്രത്തോളം നിങ്ങളുടെ അപ്പർ ബോഡി ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ഉള്ളിലേക്ക് കൊണ്ടുപോവുക. ഹീൽസ് രണ്ടും ഫ്ലോറിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അശ്വസഞ്ചലനാസന. ലെഫ്റ്റ് ഫുട്ട് നമ്മുടെ 2 കൈപ്പത്തിയുടെ ഇടയിലേക്കായിട്ട് വയ്ക്കുക. അതേപോലെ ആംഗിളും ബാക്ക് ആംഗിളും നീ റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്ത് വയ്ക്കുക. അശ്വസഞ്ചലനാസന. ദെൻ ടേക്ക് യുവർ റൈറ്റ് ടോ, ബ്രിങ് യുവർ റൈറ്റ് ഫുട്ട് ഫോർവേഡ്. പാദഹസ്താസന. ശ്വാസം വിട്ടുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഫോർവേഡ് ബെൻഡ് കൊടുക്കാൻ പറ്റുമോ അത്രയും ഫോർവേഡ് ബെൻഡ് കൊടുക്കുക. അബ്ഡമനൊക്കെ തൈസിൻ്റെ അടുത്തേക്ക് മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ഹെഡൊക്കെ റിലാക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ദെൻ പാദഹസ്താസനയിൽ നിന്ന് സാവധാനം ഹെഡ് ലിഫ്റ്റ് ചെയ്യുക. 2 കൈയും ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലൂടെ സാവധാനം ലിഫ്റ്റ് ചെയ്യുക. ശരീരവും ഒപ്പം ലിഫ്റ്റ് ചെയ്യുക. ഹസ്ത ഉത്താനാസന. ബോഡി ഒന്നുകൂടെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. സാവധാനം ഒരു ബാക്ക് ബെൻഡ് കൊടുക്കുക. പറ്റുന്ന അത്രയും മാത്രം മതി. ദെൻ ശ്വാസം വിട്ട് പ്രണമാസന. സെക്കൻഡ് റൗണ്ട് ഹസ്ത ഉത്താനാസന. ഇനി നമുക്ക് ഒരുമിച്ച് ഒരേപോലെ ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് ബാക്ക് ബെൻഡ് കൊടുക്കുക. പാദഹസ്താസന. പറ്റുന്ന അത്രയും മാത്രം ബോഡി ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്താൽ മതി. ദെൻ റൈറ്റ് ലെഗ് ബാക്ക്. അശ്വസഞ്ചലനാസന. ആംഗിളും നീയൊക്കെ റിലാക്സ് ആയിട്ട് വയ്ക്കുക. ശ്വാസം എടുത്ത് മുകളിലേക്ക് നോക്കുക. ഒരിക്കലും സ്ട്രെയിൻ ചെയ്യരുത്. അശ്വസഞ്ചലനാസനയിൽ നിന്ന് നിങ്ങൾക്ക് ഹിപ്പ് സ്ട്രെച്ച് ആയിരിക്കണം ഫീൽ ചെയ്യുന്നത്. ദെൻ ടേക്ക് യുവർ ടോ, ദണ്ഡാസന. നമ്മുടെ ഫുൾ കോർ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ എക്സേൽ, നീ ചെസ്റ്റ് ഡൗൺ. അഷ്ട അങ്ക നമസ്കാര. ഇൻഹേൽ ഭുജംഗാസന. വളരെ റിലാക്സ് ആയിട്ട് തന്നെ ഓരോ പോസ്റ്റേഴ്സും ചെയ്യാം കേട്ടോ. പർവ്വതാസന. അശ്വസഞ്ചലനാസന. റൈറ്റ് ഫുട്ട്. Take your toe. Exhale, Padahastasana.
Inhale, Hasta Uttanasana. Nicely arch back. Exhale, Pranamasana. Left side, inhale, Hasta Uttanasana. Exhale, Padahastasana. Left leg back, Ashtadhanjalanasana. Take your toe, right foot back, Dantasana. Then Ashtanga Namaskara, exhale. Inhale, Bhujangasana. Exhale, Mountain Parvatasana. Left leg forward, Ashtadhanjalanasana, the horse running pose. Take your right foot, push it forward, Padahastasana. And inhale, Hasta Uttanasana. Arch back. Pranamasana. Exhale. Then last round, third round. Inhale, Hasta Uttanasana. Exhale, Padahastasana. Right foot back. ഓരോ പോസ്റ്റും ഓരോ റൗണ്ടിലും കുറച്ചുകൂടെ നമ്മൾ തന്നെ ഇൻക്രീസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ഓരോ റൗണ്ടും. Then Dantasana, left foot back. Ashtanga Namaskara, knee, chest, chin or the forehead on the ground. Inhale, Bhujangasana. Exhale, Mountain Parvatasana. Right foot forward. ചെയ്യുന്ന സമയത്ത് ഓരോ നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റ്സും ശ്രദ്ധിക്കണേ. Take your left toe, left foot forward, Padahastasana. Then inhale, stretch your spine, Hasta Uttanasana. Pranamasana. Then നമ്മുടെ final half. Inhale, Hasta Uttanasana. Exhale, Padahastasana. Left leg back, Ashtadhanjalanasana. Look up. Take your toe, Dantasana. Ashtanga Namaskara, exhale. Inhale, Bhujangasana. Exhale, Parvatasana. Left foot forward. Exhale, right leg. Then inhale, Hasta Uttanasana. ചെറുതായിട്ടൊരു ബാക്ക് ബെൻഡ് കൊടുക്കുക. പ്രണമാസന. ദെൻ റിലാക്സ്. രണ്ട് കാലും അല്പം അകത്തി വയ്ക്കുക, കൈ രണ്ടും മലർത്തി റിലാക്സ് ചെയ്യുക. കണ്ണടച്ച് നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ആസ്വദിച്ചുകൊണ്ട് തന്നെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. റിപ്പീറ്റ്. ഇൻഹേൽ, എക്സേൽ. ഇത് 3 5 5 കൂടുതലോ തവണ റിപ്പീറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബ്രത്തൊക്കെ നോർമലിലേക്ക് വരും. അതുവരെ ബ്രത്ത് കണ്ടിന്യൂ ചെയ്യുക.
ഒരിക്കലും ദീർഘമായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കരുത്. ആസ്വദിച്ചുകൊണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ പോസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഓരോ പോസ്റ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്യൂ സെക്കൻഡ്സ് നിങ്ങൾ ആ ഒരു പോസ്റ്ററിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്വാസം സാധാരണഗതിയിലാട്ടോ. ആ സമയത്ത് നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുമ്പോഴും ഓരോരോ പോസ്റ്ററിലേക്ക് പോകുമ്പോഴും വരുമ്പോഴുമാണ് നമ്മൾ ആ ഇൻഹലേഷനും എക്സലേഷനും ശ്രദ്ധിക്കേണ്ടത്. എല്ലാ പോസ്റ്റേഴ്സും ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്വാസം എപ്പോഴും സാധാരണഗതിയിലായിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രാക്ടീസ് വരുന്നത്. ആദ്യം നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ആദ്യമായിട്ട് കണ്ട് അപ്പം തന്നെ കൂടെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇഞ്ചുറീസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ലൂസിനെ എക്സസൈസ് അല്ലെങ്കിൽ വാമപ്പ് ചെയ്യുക. അതിനുശേഷം സൂര്യനമസ്കാരത്തിലേക്ക് കിടക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാമപ്പ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡി ജോയിൻറ്റ്സ് ലൂസൻ ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾ മുമ്പൊരു ലൂസനിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അതിനുശേഷം സൂര്യനമസ്കാരം 3 റൗണ്ട് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ ലൈറ്റ് വണ്ണാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. ആഫ്റ്റർ 1 വീക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സൺ സലൂട്ടേഷനിലേക്ക് വരാം, അല്ലെങ്കിൽ നോർമലിനെ ഫോളോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇതുപോലത്തെ റിലേറ്റഡ് യോഗ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ ഫോളോ ചെയ്യാം. താങ്ക് യു. നമസ്തേ.